പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി അനീഷ അയ്യൻ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള പി ചന്ദ്രൻ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ എം പി, ഇവിടെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുന്ന കെ രാകേഷ്, ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് കണ്ണൂർ ജില്ലാ CPM-ന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് നടക്കുന്നത്. ശ്രീമതി അഡ്വക്കേറ്റ് കെ രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വൈസ് പ്രസിഡന്റ്, PK പ്രമീള, PK സുരേഷ് ബാബു, PK ഗോവിന്ദമാഷൻ, PK വിജയൻ, മൂന്നൻ മഠത്തിൽ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിഷുക്കണി എന്ന പേര് നൽകി വളരെ അപൂർവമായ ഒരു പരിപാടി ഡെയിലി പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. ആദ്യം തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാന ഘട്ടത്തിലാണ് വായനശാലയുടെയും വായനയുടെയും എല്ലാം അതിശക്തിയായ ആശയ പ്രചാരവേല മലബാറിലായാലും അന്ന് 3 ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ മലയാളികളുടെ കേരളത്തെ ഉണർത്തിയത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലം. പിന്നീട് ദേശീയ പ്രസ്ഥാനം അതിന്റെ ഭാഗമായി പ്രസ്ഥാനങ്ങൾ തന്നെ വായനശാല, ഗ്രന്ഥശാല തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളായി അതിന്റെ നേരവകാശികളായിട്ടുള്ള ഇടതുപക്ഷ ശക്തികളാണ് പിന്നീട് ജനാധിപത്യ രീതിയിലുള്ള വായനശാല, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വളരെ വേഗം വളർന്നു മുന്നേറുന്നതിനുള്ള പന്ഥാവ് ഒരുക്കി. ഇവിടെ ഈ കണ്ണൂർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ജില്ലയാണ് കണ്ണൂർ. ഗ്രന്ഥശാലകളില്ലാത്ത ഗ്രാമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീടാണ് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്ത് ഒരു വായനശാല, ഗ്രന്ഥശാല എന്നതിന് പകരം എല്ലാ വാർഡുകളിലും വായനശാലകൾ ഉണ്ടാവണം എന്ന ധാരണ. ശിവദാസൻ MP ആയപ്പോഴും ഒരു പുതിയ പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന കാര്യത്തിന്റെ കൃത്യമായ ഒരു അവതരണമായിരുന്നു. നമുക്ക് എല്ലാ വാർഡുകളിലും ചുരുങ്ങിയത് ഒരു വായനശാല, ഗ്രന്ഥശാല ആരംഭിക്കുക എന്നുള്ളത്. ഒരുപാട് ഗ്രന്ഥശാലകളും വായനശാലകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാത്ത നൂറുകണക്കിന് വാർഡുകൾ കണ്ണൂർ ജില്ലയിലും ഉണ്ട്. അപ്പോൾ വാർഡുകളിലെല്ലാം സമ്പൂർണമായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ, എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ഭാഗമായിട്ട് വായനശാലകളും ഗ്രന്ഥശാലകളും രൂപപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം തന്നെയാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് മുണ്ടൈ ഗ്രാമപഞ്ചായത്ത് ഇവിടെ പറഞ്ഞതുപോലെ 20 വാർഡുകളിൽ 25, അപ്പോൾ ഒന്നിൽ കൂടുതൽ വായനശാല, ഗ്രന്ഥശാല ഇപ്പോഴും ഈ പഞ്ചായത്തിന് എല്ലാ വാർഡിലും യഥാർത്ഥത്തിൽ വായനശാല ഉണ്ടായിരുന്നു. ഇനി ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും, ചില ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഉണ്ട്. എൻ്റെ എല്ലാ തളിപ്പ് മണ്ഡലത്തിലൊക്കെ അവിടെയാണ്, തളിമ്പ് താലൂക്കാണ്.
താളിപ്പുരന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. തളിപ്പറമ്പും അതുപോലെ തന്നെ വൈകുന്നു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വായനശാലകളുള്ള താലൂക്കായിരുന്നു മുമ്പ് തളിപ്പറമ്പ് താലൂക്ക്. അതൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആരംഭിച്ച ശക്തിയായ ഇടപെടലിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നത് തന്നെയാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലും ഗ്രന്ഥശാലകൾ ഉണ്ടാകുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വളർച്ചക്ക് ആവേശകരമായ ഒരു പശ്ചാത്തലം ഒരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. വായനശാല പ്രസ്ഥാനം വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ എവിടെയായാലും സന്നദ്ധ പ്രവർത്തകരുടെ, വിദ്യാഭ്യാസ പ്രവർത്തകരുടെ, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം പിന്തുണയോടുകൂടി ശക്തിയായിട്ട് വളർന്നു വികസിച്ചു. ആയിരക്കണക്കിന് വായനശാലകൾ, ഗ്രന്ഥശാലകൾ ഇപ്പോഴും ഉണ്ട്. ഈ വായനശാലകളും ഗ്രന്ഥശാലകളും എല്ലാം മുമ്പത്തെ പോലെ പഴയകാല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ഇന്നത്തെ നില. ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വായന തന്നെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ വായിക്കുന്നതിന് പകരം കേൾക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. വായനശാലകളെല്ലാം ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമവും നടത്തുക. എന്നാൽ വായിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു ഉണർവ് കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല എന്ന് ഇപ്പോഴും തന്നെ തുടക്കം തന്നെ ശക്തിയായ വിമർശനവും വസ്തുതാപരമായ കാര്യവും അങ്ങനെ തന്നെയാണ്. ആളുകൾ വായിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആളുകൾ. എല്ലാം വായനയെല്ലാം നിന്നുപോയതാണെന്നൊക്കെ പറയാം. അതൊന്നും ശരിയില്ല. വായിക്കുന്നില്ല, പിന്നീട് വായിക്കുന്നില്ല. ആളുകൾ വായിക്കുന്നൊക്കെ ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിക്കുന്നുണ്ട്. നമ്മുടെ ഈ മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയുള്ളൂ നോവൽ. നോവലുകൾ ഇപ്പോഴും നല്ലപോലെ ആളുകൾ വായിക്കുകയാണ്. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. 50, 60, 65 എഡിഷനുകൾ. അതുകൊണ്ട് തകഴി എഴുതിയപ്പോൾ പോലുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരി എഴുതുന്ന ഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വായനക്കാരി ഇപ്പോഴും അവർക്ക് താല്പര്യമുള്ളത് വായിക്കുന്നതിലേക്ക് വരുന്നു. ഏറ്റവും നല്ല സൃഷ്ടികൾ, കലാസൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്യണം. പണ്ട് 1-2 ആളെ പറ്റിയേ പറയാനുള്ളൂ, സാഹിത്യകാരന്മാരെ പറ്റി. ഇപ്പൊ സാഹിത്യകാരന്മാർ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. നിരവധി 1-2 എഴുത്തുകാരി പ്രാദേശിക തലത്തിൽ. അതും ഒന്നും വേണ്ടത്ര ഗൗരവമില്ലാണ്ട് എഴുതുന്നവരല്ല, നല്ല ഗൗരവത്തിന് എഴുതുന്ന എഴുത്തുകാരുണ്ട്, ശ്രദ്ധേയമായ എഴുത്തുകാരി. ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പഴയ വിഭജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു ഒരു ആയുർവേദ ഡോക്ടറായി, അതുകൊണ്ട് ഡോക്ടറായി മഞ്ചേരി പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു നോവൽ എഴുതിയിരിക്കുന്നത്, അസാമാന്യ നോവൽ. ആ നോവലിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. അതിന്റെ പേര് തിരുമലയൻ എന്നാണ്. ഞാൻ ഈ സമീപകാലത്ത് വായിച്ച നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നോവൽ തിരുമലയൻ. നമ്മുടെ പയ്യന്നൂര്, അതുപോലെ തന്നെ എരമംകുറ്റൂർ, ഇങ്ങിയ ഭാഗത്ത് ഒരു പെരുമലയന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ട് വളർന്നു വന്നത് എന്നത് അത് വായിച്ചാലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ഞാൻ ജനാർദ്ദനോട് പറഞ്ഞു, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക? ഇംഗ്ലീഷിനെ പറ്റിയ പദങ്ങളില്ല. മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സംസ്കൃത മലയാളം, നമ്മൾ വായിക്കുന്ന മലയാളം, പഠിക്കുന്ന മലയാളം ഉണ്ടല്ലോ, ആ മലയാളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നാടൻ ഭാഷയാണ്. ഇതേ ഭാഷ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു നോവലുണ്ട്, അതും ഇവിടെയാണ്, കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അതായത് ആരും വായിച്ചിട്ടുണ്ടോ? നാടൻ ഭാഷയിൽ നമ്മുടെ പറശ്ശിനിക്കടവ്, ചുറ്റുവട്ടം, പോറല്ലൂര്, അതുപോലെ തന്നെ മൂളാണ്, ആ ഭാഗങ്ങളിലെല്ലാം ആ ശരിക്ക് പാവപ്പെട്ട മനുഷ്യന്മാര്, എല്ലാ മനുഷ്യന്മാരും സംസാരിച്ചിരുന്ന ഒരു ഭാഷയിൽ എഴുതിയ ഒരു നോവലുണ്ട്.
അത് വളരെ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവലാണ്. വിദ്യായനും ദാക്ഷായണിയും എന്ന എന്ന് പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥയല്ല കഥ. അത് ഈ പറഞ്ഞ പോലെ 10-50 എഡിഷനായി അല്ലേ? അതേപോലെ തന്നെ ഒരു സിനിമ കാണുന്നത് പോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഇപ്പോൾ അറിഞ്ഞു വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് സാധാരണ നോവലിന്റെ ഒരു സ്റ്റൈലിലല്ല, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വായന അത്ഭുതകരമായി 62ാമത്തെ എഡിഷനാണ്. റാം കെയർ ഓഫ് ആനന്ദി. ഇതിന് മുമ്പ് വളരെ ശ്രദ്ധേയമായി വന്ന വേറൊരു നോവലാണ്. അത് ഇവിടെ ഗൾഫ് മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആളും ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതം നമ്മുടെ തൊട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കഥകളെ അടിസ്ഥാനപ്പെടുത്തി. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നോവലാണ് ഞാൻ വായിക്കുന്നത് വനം. കാസർഗോഡിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നോവൽ, ഇതെല്ലാം ഇപ്പൊ അടുത്ത കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്, അത് എഴുതിയിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു നോവലാണ് ബന്ദിൽക്ക ബേഡ. ഞാനവിടെ പണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ പോയ അവിടെയുള്ള എനിക്കറിയുന്ന കഥാപാത്രങ്ങളാണ് ആ നോവൽ വായിച്ചു ഞാൻ അനുഭവിച്ചത്. മരണവംശം എന്നാണ് അതിന് വായിക്കുണ്ടായിരുന്നു. മരണവംശം. ഞാൻ ഇതെല്ലാം പറഞ്ഞെന്താ പറഞ്ഞാൽ, ഇതൊക്കെ ഇപ്പോഴും ആളുകൾ വായിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. 100 എഡിഷനിൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ, ഏറ്റവും ഫലപ്രദമായിട്ട് കലാമൂല്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ട നോവലുകൾ ഉൾപ്പെടെ വായിക്കുന്നുണ്ട്. ശാസ്ത്ര മേഖലയിലും വായിക്കുന്നുണ്ട്. പലതരത്തിലും വായന നടക്കുന്നുണ്ട്. പക്ഷെ ആ വായന മുമ്പത്തെ പോലെ ഒരു ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ട് വരിക, ആളുകൾ അവിടെ നിന്ന് പുസ്തകം എടുക്കുക, എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ആ പുസ്തകം മടക്കുക, അതും രജിസ്റ്ററിൽ ചേർക്കുക. അമ്മായിട്ട് നമ്മളെ സ്ഥിരം ശൈലിയുണ്ടല്ലോ ഗ്രന്ഥശാലയുടെ. ഞാനൊരു ഗ്രന്ഥശാല പ്രവർത്തകനായിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു ഗ്രന്ഥശാലയിലെ മൊറാള ഗ്രാമീണ ഗ്രന്ഥാലയം, അത് വളരെ പ്രസിദ്ധമായിട്ടൊരു ഗ്രന്ഥാലയമാണ്. അവിടെ യഥാർത്ഥത്തിൽ ആ പുസ്തകം ശരിക്ക് ലൈബ്രറി എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാനാണ്. ചെറിയ പയ്യനായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അവിടെയാണ് ബാലസംഘം, അവിടെ തന്നെയാണ് ബാലസംഘം ഉണ്ടാക്കിയത്. മൊറാള ബാലസംഘം. രാജ്യത്ത് ബാലസംഘമൊന്നും ഇല്ലാത്ത ഘട്ടത്തിലാണ് ബാലസംഘം അവിടെ ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വായനശാലയും ഗ്രന്ഥാലയമാണ്. അവിടെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അത് വായിക്കുക. ഇതൊരു സാമൂഹിക ജീവിതത്തിൽ ഒരു സാംസ്കാരിക അവബോധം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാനിതിനിടെ മദ്യത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന എത്രയാളുണ്ടാവും? ഞാൻ ധൈര്യത്തിൽ തന്നെ ചോദിക്കുന്നതാണ്. എത്രയാളുണ്ടാവും? കുറച്ചാളുണ്ടാവും അല്ലേ? കുറച്ചാളുണ്ടാവും. കുറച്ചാളുണ്ട് ഇല്ല. അങ്ങനെ പറയാൻ ഒരു ധൈര്യം നമുക്ക് കിട്ടണമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോ ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ എങ്ങനെ വർത്താനം പറയണ്ട എന്ന് പറയുന്ന ആളുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അതൊക്കെ രൂപപ്പെടുന്നത്? എനിക്ക് ഉറപ്പായിട്ട് അറിയാം. മൊറാള ഗ്രാമീണ ഗ്രന്ഥാലയത്തിന്റെ ഭാഗമായിട്ട് വന്ന സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ബാലസംഘം ഉണ്ടാക്കി. ബാലസംഘത്തിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആദ്യം അവിടെ സീറ്റ് നേടാൻ വേണ്ടിയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഘടനാണ്. എം പത്മനാഭൻ നമ്പ്യാർ അന്നത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്. ഇവരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ പറയുന്നത് എന്താ? സിഗരറ്റ് വലിക്കാൻ പാടില്ല. അന്നും ഇപ്പൊ സിഗരറ്റൊന്നും അത് തീരെ വലിക്കുന്നില്ല. അന്ന് ഏത് പാർട്ടി ഓഫീസിൽ പോയാലും അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു കിട്ടിയ വിടിയും അതുപോലെ തന്നെ സിഗരറ്റും. അപ്പൊ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. ഇതെല്ലാം ഒരു വായനശാല പ്രസ്ഥാനത്തിന്റെയും അതിന്റെ ഒപ്പം പ്രവർത്തിച്ച മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു ഉൽപ്പന്നമായിട്ട് എന്നിലും നിങ്ങളിലും ഒക്കെ സ്വാധീനിച്ചതാണ്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേവലമായ പുസ്തകം വായന മാത്രമല്ല, വായിച്ചുകൊണ്ട് മാത്രമാവില്ല, അത് മനസ്സിരുത്തി കൃത്യമായിട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടക്കണം. അപ്പോഴാണ് ഒരു പുതിയ സാംസ്കാരിക അവബോധം രൂപപ്പെട്ടു വരിക, അല്ലെങ്കിൽ അതിന് തുടർച്ചയുണ്ടാകുക. ആ രീതിയിൽ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. മാത്രമല്ല ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് വായിക്കുക. ഇപ്പോ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ 3-4 പ്രകടനങ്ങളുണ്ട് ഈ അറിവിൽ. അറിവ് സാധാരണ നമ്മൾ അറിവ് എന്ന് പറയുന്നത്, നോളജ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന്
പ്രായോഗികത തന്നെയാണ്. പ്രായോഗികത. 2 സാമൂഹ്യപരത. 3 അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത് തന്നെയാണ് നമുക്കറിയുന്നത് പോലെ ചരിത്രപരത. മറ്റൊന്നാണ് വിനിമയത. ഇതെല്ലാം ചേരുമ്പോഴാണ് അറിവ്. ഈ അറിവ് വിവിധ രീതിയിലാണ് നമുക്ക് ആർജിക്കാനാവുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അക്കാദമിക് പാണ്ഡിത്യത്തിന്റെ ഭാഗം ഞാൻ അവഗണിക്കുന്നില്ല. ഒപ്പം ശ്രദ്ധേയമായ ഒന്നും ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെയാണ്, ഗ്രന്ഥശാലകളാണ്. അപ്പോൾ വായിക്കുക. എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഞാനായതിന്റെ പിന്നിൽ വായനശാലകളാണ്. വായിച്ചു തുടങ്ങുമ്പോൾ എന്തും വായിക്കും. അങ്ങനെയാണല്ലോ. ചെറിയ കുട്ടികളിലായിരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം വായിച്ച നോവല് ഈ പറയുന്ന പോലെ കുടുംബ ആളുകളുടെ നോവലോ പുസ്തകങ്ങളൊന്നുമില്ല. ആദ്യം വായിച്ചത് മുട്ടത്ത് വർക്കിന്റെ പുസ്തകം, നോവലാ വായിച്ചത് ആദ്യം. അതായത് ചെറിയ കുട്ടികളുടെ പുസ്തകമെല്ലാം വായിച്ചു കഴിഞ്ഞ ഒരു ഘട്ടം എത്തുമ്പോഴാണല്ലോ നോവലൊക്കെ വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്ക് നോവലൊക്കെ കൊടുക്കാൻ തുടങ്ങും വായനശാലയിൽ. ആദ്യത്തെ നോവൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മയിലാടും. ചിലപ്പോൾ ഇതൊക്കെ ആരെങ്കിലും വായിക്കുമെന്ന് അറിയില്ല ആ പുസ്തകം. അതെല്ലാം ഉണ്ട്. അതൊക്കെ അപ്പോ പിന്നീട് മനസ്സിലാകുന്നത് ഇതല്ലേ ഏതാണ്ട് ഒരേ പുസ്തകം തന്നെയാണ്. മുട്ടത്ത് വർക്കിയാണ്. ബാക്കിയെല്ലാം അതിന്റെ അനുബന്ധമായിട്ട് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രേമം, അതുപോലത്തെ വീട്ടിലെ കുഴപ്പം, കച്ചറ എല്ലാം ചേർന്നിട്ട് ഒരു നോവലായിട്ടാണ് അത് പിന്നീട് വരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അത് ചവറാണെന്ന് മനസ്സിലാകുന്നത്. എല്ലാ ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാവുക. പിന്നെയാണ് പുതിയ ഗൗരവത്തിലുള്ള പഠനത്തിലേക്ക് വരുന്നത്. പുതിയ പഠനം എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം ഒരു മാനസികാവസ്ഥ, ഞാൻ ഇപ്പോൾ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നോവൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ഏതാ? അവകാശം എത്ര ഇതായിട്ടാണുള്ളത്? 4 പുസ്തകമായിട്ടാണ് അല്ലേ? എനിക്കൊരു ധാരാറുണ്ട്. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പുസ്തകം ഒരു ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിക്കാന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഐഡിയ. അത് 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, എത്ര മണിയായാലും ആ പുസ്തകം അന്നേരം വായിക്കുന്ന ചെറിയൊരു പുസ്തകം ആയിരിക്കുമല്ലോ, ആ പുസ്തകം തീർക്കുക എന്നുള്ളതാണ്. തീർന്നില്ലെങ്കിൽ അത് 2ാമത്തെ ദിവസം അത് വിളിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഈ വാള്യമുള്ള പുസ്തകം വായിക്കാൻ പുറപ്പെടുമ്പോൾ എനിക്കൊരു പ്രശ്നമായി. ഈ 4 പുസ്തകം എന്റെ കയ്യിൽ കിട്ടാതെ വായിക്കാൻ പുറപ്പെട്ടാൽ ശരിയാവില്ല. നോക്കുമ്പോൾ ഇത് പല സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഒരു വാളി അറിയുണ്ടാവും, അത് ഞാൻ വായിക്കുന്ന ഒരു വാളിയായി. മറ്റു രണ്ടാമത്തെ പുസ്തകം പോലെ 3ാമത്തെ പുസ്തകം അറിയുണ്ടാവില്ല. അങ്ങനെ ഞാൻ 4 ഗ്രന്ഥാലയത്തിൽ നിന്ന് 4 പുസ്തകം വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ അവകാശം വായിച്ചു തീർത്തത്. എന്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ 4 എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വായിക്കാൻ ആരംഭിക്കും. അപ്പൊ 4 വാങ്ങി കൊണ്ടുവന്നിട്ട് വായിച്ചു. അങ്ങനെ ഒരു നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ലഹരിക്കാണല്ലോ ഹരം. ആ ലഹരിയുടെ ഹരം എന്തിലേക്ക് മാറണം? ഒരു സംശയവും വേണ്ട, ലഹരിയായിട്ട് മാറും വായന. കേവലമായിട്ടൊരു വായനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഗൗരവമുള്ള പഠനം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഈ പറയുന്ന പുസ്തകങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ തന്നെ വഴിത്തിരിവിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ ഞാനാക്കിയത് ഓരോന്നുമല്ല, ഒരു അക്കാദമിക പാണ്ഡിത്യം കൊണ്ടല്ല. ഞാൻ രൂപപ്പെട്ടത് ഈ വായനയാണ്. ഈ വായനക്ക് അടിസ്ഥാനമായിട്ട് ഉപയോഗിച്ചത് മൂറാട് ഗ്രാമീണ ഗ്രന്ഥാലയമാണ്. പിന്നീട് കണ്ണുകുരിക്കൽ സ്മാരക വായനശാലയുണ്ട് പൊക്കടത്ത്, അതുപോലെ യുവജന വായനശാലയുണ്ട് ഒഴക്കുളത്ത്. ഇതെല്ലാമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിന് കലവറിയായിട്ട് ഉപയോഗിച്ചത്. 1000കണക്കിന് പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതുപോലെ മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ശാസ്ത്രീയമായ തലത്തിലേക്ക് വൈരുദ്ധ്യാത്മക ഹോദി അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലളിതമായ വായനയിൽ നിന്നാണ് സങ്കീർണമായ മൂലധനം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലേക്ക് കടക്കുന്നത്. എനിക്ക് നല്ല അനുഭവമുണ്ട്. 156-ാമത്തെ പേജ് കടക്കാൻ ഞാൻ അത്രയും മാസം എടുത്തിട്ടുണ്ട്. മൂലധനത്തിന്റെ 156-ാമത്തെ പേജ് കടക്കാൻ. 1ാമത്തെ പ്രാവശ്യം വായിച്ച് 156, 158, 2-3 പേര് അപ്പോഴേക്കാണ് നിർത്തും. അതാണ് അതിന്റെ രീതി. കാരണം മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന മൂലധനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മുഴുവൻ ആദ്യ അധ്യായത്തിലെ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളാണ് മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് മാർക്സ്. പിന്നെ അതിന്റെ വിശദീകരണമാണ് പിന്നെ പൂർണ്ണമായിട്ടും 3 വാല്യത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂലധനം വായിക്കാൻ പുറപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത് ഈ 10-200 പേജ് വായിച്ചു തന്നെയാണ്. അത് വായിച്ചത് വെറുതെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. മൂലധനം കുറിപ്പെടുത്ത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അതിന്റെ ശേഷം വന്ന ഓരോ ഭാഗവും ഇതിന്റെ അതിഗംഭീരമായ രീതിയിലുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും. പക്ഷെ ഇത് കടന്നു കിട്ടണമല്ലോ 10-200 പേജ്. പല പ്രാവശ്യം വായിച്ച് മാറ്റി വെച്ച് അനിവാര്യതയിൽ നിന്നാണ് ക്ലാസ് എടുക്കേണ്ടി വരികയാണ്.
മൂലധനത്തിന്റെ ഭാഗമായിട്ടുള്ള അർത്ഥശാസ്ത്ര ക്ലാസ് എടുക്കുമ്പോഴാണ് ഇത് വായിക്കാതെ പറ്റില്ല, പഠിക്കാതെ പറ്റില്ല എന്നുള്ള നിർബന്ധം വരുന്നത്. അപ്പോഴാണ് വീണ്ടും വായിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നും അങ്ങനെ പറയാണ്. അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു ഘട്ടത്തില് ശാസ്ത്രീയ സോഷ്യലിസം എന്നുള്ള ക്ലാസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്. കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് ക്ലാസ് 2, 3, 4 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അന്നത്തെ ഒരു ആരോഗ്യത്തിന്റെ ഭാഗമാണല്ലോ. അത്രയും വിപുലമായ രീതിയിലുള്ള ക്ലാസ്. അതിന് വളരെ വിശദമായിട്ട് പഠിക്കാതെ പറ്റില്ല. ദർശനം കൈകാര്യം ചെയ്താൽ പറ്റില്ല. മാർക്സ് ദർശനം കൈകാര്യം ചെയ്യുമ്പോൾ ഭാരത ദർശനം കൈകാര്യം ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചൈനായിട്ട് നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനുള്ള കളരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, അത് ഗ്രന്ഥശാലകൾ തന്നെയാണ്. ഈ ഗ്രന്ഥശാലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുടെ ഊർജ്ജ സ്രോതസ്സായിട്ട് നിലകൊണ്ടിട്ടുള്ളത് ഇതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയും. ഞാനതിന്റെ വിഷയം ഒരുപാട് ആൾ പ്രസംഗിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ഇനി ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഞാനതിന്റെ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഗ്രന്ഥശാലകൾക്ക് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പുള്ളിടത്തോളം കാലം അതിന് പ്രസക്തിയുണ്ട്. എന്നാൽ പഴയ ഗ്രന്ഥശാല അതേ രീതി തുടരുകയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് സമൂഹത്തിന്റെ മാറ്റം അടിസ്ഥാനപ്പെടുത്തി ഗ്രന്ഥശാലകളുടെയും മാറ്റം രൂപപ്പെടും. ഡിജിറ്റലായിട്ട് ഉൾപ്പെടെ എല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരും. കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. നമുക്കിതൊന്നും ബാധകമല്ല, പുരോഗതിയൊന്നും നമുക്ക് മതി. ഇപ്പൊ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ്. നിരവധി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർവഹിക്കാൻ നമ്മളെല്ലാം കയ്യിലുള്ള ഫോൺ മതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ഫോണുണ്ട് ഇപ്പോഴും. ഇതിനിടെ എനിക്ക് നല്ല അനുഭവം ഉണ്ടായി. എന്റെ സുഹൃത്തിന്റെ കയ്യിലുണ്ട് ഒരു ഫോൺ. അപ്പോൾ അയാളും അയാളുടെ ഭാര്യയും 2 കുട്ടികളാണ് അദ്ദേഹത്തിന്. പയ്യാമ്പലത്ത് പോയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ക്യാമറയിൽ ഫോട്ടോ എടുത്തത്. ഇത് ഈ AI ഉള്ള ക്യാമറയിൽ ഫോട്ടോ എടുത്തു പയ്യാമ്പലത്ത്. എന്നിട്ട് ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ഫോണിന്റെ AI സംവിധാനം കമന്റ് ചെയ്യും. ഹിമാലയത്തിൽ ഇരിക്കുന്നത് പോലെ ഉള്ളതായി വരണം. ഹിമാലയത്തിൽ ഫോട്ടോ എടുത്തത് ഇവിടുന്നാണ്, വയ്യാമ്പലം. സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഇതേ ആള്, പക്ഷെ പശ്ചാത്തലം കടലാണ് ഇവിടെ, ആ കടൽ മാറിയിട്ട് ഹിമാലയ സ്ഥാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പുതിയ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സഹോദരനോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അതെല്ലാം വളരെ വീടുകയാണ്. പിന്നെന്ന് ചോദിച്ചു, കാണിച്ചു തരാം. കാണിച്ചു തന്നെ ആദ്യം എന്നോട് പറഞ്ഞു, കമന്റ് ചെയ്തപ്പോ ഒരു യുവതിയെ വരച്ചു തരണമെന്നോ. അപ്പൊ ഒരു മിനിറ്റ് കഴിയുമ്പോ ഒരു അതിസുന്ദരിയായ ഒരു യുവതി ഫോട്ടോ. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. ആ ഫോട്ടോ വരച്ചു തരിക. അതിനെ ഒന്നുകൂടി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നല്ല തണുപ്പുള്ള ദിവസമാണ്. ഉടനെ ആ ഫോട്ടോ തണുപ്പ് അകറ്റുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. അത്രയും കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇതല്ലേ നീ അപ്പുറം കണ്ടിരണം. എന്താ അദ്ദേഹം കാട്ടി വന്നത് ഒരു സിനിമയിലെ നടൻ, നടി, ഡയലോഗ്, പശ്ചാത്തല സംഗീതം മുഴുവൻ ചേർത്തുകൊണ്ടുള്ള ഒരു സിനിമയുടെ ഭാഗം കാണിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഈ നടി ലോകത്തില്ല, ഈ നടനും ലോകത്തില്ല, ഈ ഡയലോഗും ആരും ഉണ്ടാക്കിയതല്ല, എല്ലാം AI-യുടെ ഭാഗമായിട്ടാണ്. സിനിമ ഉണ്ടാക്കുകയാണ്. സിനിമക്ക് ഒരു മനുഷ്യനെയും വേണ്ട. നമ്മളിപ്പോ മമ്മൂട്ടിന്റെയും അതുപോലെ തന്നെ മോഹൻലാലിന്റെയും പിന്നെ കൊണ്ട് ഒരു മോഹൻലാലിനെക്കാളും അതിസുന്ദരനായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരയ്ക്കുന്ന സിനിമ നടനുണ്ടാവും. ഏത് സംവിധായകനേക്കാളും പ്രധാനപ്പെട്ട സംവിധാനം നിർവഹിക്കാൻ സാധിക്കുന്ന AI സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇനി വേറെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നടിയെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഫോട്ടോഗ്രാഫർമാരെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എന്നോ ഇതെല്ലാം തൊഴിലില്ലാതാകുകയാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നല്ല ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അനസ്യൂതമായ ഈ മാറ്റത്തിന്റെ പ്രതിഭാസപരമായ രൂപത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിന് നമ്മൾ പര്യാപ്തമാകുക, നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് ആവശ്യമാകുമ്പോൾ ഗ്രന്ഥശാലകളിൽ ഡിജിറ്റൽ സംവിധാനം അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണോ ലൈബ്രറിമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമ്മളും വായനശാലാ പ്രസ്ഥാനവും ഗ്രന്ഥശാലാ പ്രസ്ഥാനവും പുസ്തക വായനയും പഠനവും എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഈ കേരളത്തിലായാലും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലായാലും നല്ല ഐക്യമുള്ളവരാണ് കേരളത്തിലുള്ളത്. നല്ല ബുദ്ധി, ലോകോത്തര ബുദ്ധിയാണ് കേരളീയർക്കുള്ളത്, മലയാളികൾക്കുള്ളത് ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായി. നമ്മുടെ ആളുകൾക്ക് ഈ ലോകത്തിന്റെ ഏത് പ്രൊജക്ടിന്റെയും ഭാഗമായിട്ട് ഒരു സ്ഥാനമുണ്ട് ഇപ്പോ. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് ലോകത്തെവിടെയായാലും. അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സ്കില്ലിന്റെയും അതിന്റെ ഭാഗമായിട്ടുള്ള പഠനത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ വായിക്കുകയും പഠിക്കുകയും പാസ്സാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള നാട് കേരളമാണ്. ഏറ്റവും കൂടുതൽ അഭ്യസ്തരിതരായ യുവതി യുവാക്കളുള്ളത് കേരളത്തിലാണ്. നമ്മുടെ ജനസംഖ്യ നമ്മുടെ 4-10 എല്ലാം ഉള്ള സംസ്ഥാനത്തുള്ളതിനേക്കാളും ഇവിടെ ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഏത് പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും പിന്നോക്കക്കാരന്റെയും വീട്ടിൽ അഭ്യസ്തരിതരായ യുവതി യുവാക്കൾ കേരളത്തിലുണ്ട്. അത് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അറിയില്ല. അവിടെയൊക്കെ അഭ്യസ്തരിതരുണ്ട്. ഒക്കെ വലിയ പ്രമാണിന്റെയും അതുപോലെ തന്നെ ഭൂപ്രമാണിന്റെയും അതുപോലെ തന്നെ വലിയ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളാണ്. ഇവിടെ ഈ ഏറ്റവും പിന്നിൽ കിടക്കുന്ന മനുഷ്യന്റെയും വീട്ടിൽ അഭ്യസ്തരിതരായ യുവാക്കളുണ്ട്. അത് ഈ കേരളത്തിലേ ഉള്ളൂ. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ 1957 മുതലുള്ള ഒരു വമ്പിച്ച വളർച്ച തന്നെയാണ്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാ വാർഡിലും വായനശാല ഇവിടെ നമുക്ക് വെളിയിലാണ്ട് വേറെ പറയാൻ പറ്റുമോ? UP പോയിട്ട് എല്ലാ വാർഡിലും വായനശാല എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ചായത്തിൽ വായനശാലയുണ്ട്. ഇതിന് വേണ്ടി ഇവിടെ ഗ്രാമത്തിലും അതുപോലെ തന്നെ വാർഡിലും വായനശാല ഉണ്ടാവാൻ ഒന്നും സ്കൂളില്ല. അവിടെ ഒന്നും എത്രയോ കിലോമീറ്റർ നടത്തിയിട്ടാണ് സ്കൂൾ. ഇതിനിടെ ഒരു വൈറലായില്ലേ ഒരു നല്ല ഒരു സുന്ദരിയായ ഒരു കുട്ടി അല്ലേ? അതെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവിടെ കണ്ട നല്ല കുട്ടി തന്നെയാണ്. അവിടെ സംസാരിച്ച് നോക്കിയപ്പോ നീ എവിടെയാ പഠിക്കുന്നത്, ഏത് സ്കൂളിലാന്ന് ചോദിച്ചു. സ്കൂൾ കുഞ്ഞിക്ക് അറിയില്ല, സ്കൂളെ പറ്റി അറിയില്ല, സ്കൂളിൽ പോയിട്ടുമില്ല. അപ്പൊ സൗന്ദര്യമുള്ളതുകൊണ്ട് മാത്രം കുട്ടി സ്കൂൾ പഠിച്ചതാണെന്ന് ധരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. കേരളത്തിൽ അങ്ങനെ വ്യത്യസ്തമാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോ കടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, വായിക്കുക, പഠിക്കുക, അതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുക, തിരിച്ച് ശരിയായ ദിശാബോധത്തോടുകൂടെ പോകാനുള്ള കഴിവ് നമ്മൾ തന്നെ സ്വയം ആർജിക്കുക. അതിനെല്ലാം സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂതനെ പോലെയാണ്, ഗുരുനാഥനെ പോലെയാണ് നമ്മൾ വായനശാല പ്രസ്ഥാനത്തെയും വായനശാലയെയും ഗ്രന്ഥശാലയെയും എല്ലാം കാണേണ്ടത്. നല്ല വിപുലമായ വായന പഠനം അതിനെല്ലാം ഉതകുന്ന രീതിയിൽ വായനശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം. അതിന് ഇവിടെ ശിവദാസൻ എടുത്ത നിലപാട് വളരെ ശരിയാണ്. MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യമായ സഹായവും ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പൊതുവെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നല്ല പേരൊപ്പുള്ളതാണ്. അതിന്റെ ഒപ്പം എല്ലാ വാർഡിലും ഒരു ഗ്രന്ഥശാലയും അല്ലെങ്കിൽ ഒരു വായനശാലയും ഉണ്ടാകുക എന്നുള്ള ധാരണയോടുകൂടിലേക്ക് പോകാൻ ശ്രമിച്ചതിന്റെ ഒരു വളർച്ചയാണ് നമ്മൾ ഇപ്പോഴും ഈ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഈ പരിപാടികളെല്ലാം നമുക്ക് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാൻ രീതിയിൽ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോഴ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പോലെ തന്നെ വളരെ അപകടകരമായ ഒരു പ്രവർത്തനം തന്നെയാണ് സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം. വളരെ നിർദോഷമായ പ്രവർത്തനമാണ് ധരിക്കേണ്ട. സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രക്തസാക്ഷിയായ ആളെ എനിക്കറിയാം. എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു അബ്ദുൽ ഹാസ്മി. എനിക്ക് ഈ തിരുവോരങ്ങളിൽ നാടകം അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോയപ്പോ അത് സഹിക്കാനാവാതിരുന്ന വർഗത്തിന്റെ പ്രതിനിധികളാണ് ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തെരുവ് നാടകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ ഹാസ്മിയെ മൃഗീയമായി കൊത്തിക്കുന്നത്. അത് നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇതാണ്. രക്തസാക്ഷിത്വം എല്ലാ തലങ്ങളിലും ഉണ്ടാവും. അതിപ്പോ കുറേ കൊല്ലായി. ഇപ്പോൾ അതിനേക്കാളും വലിയ ഒരു നിരവധിയായ എഴുത്തുകാരും അതുപോലെ ചിന്തകന്മാരും മൃഗീയമായ കടന്നാക്രമണങ്ങൾക്ക് വിധേയമായി കൊലയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്നപ്പോ ആ സിനിമയിൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് അവരാഗ്രഹിച്ചതുപോലെ അല്ലാത്ത ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്ന് വന്നപ്പോൾ ഒരു മികച്ച സിനിമയാണെന്ന് ഞാനിപ്പോ എമ്പുരാനെ പറ്റി പറയുന്നില്ല. പക്ഷെ അതിൽ വർഗീയതയെ ഒരു വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വംശഹത്യയെ വളരെ കൃത്യതയോടുകൂടി കലാപരമായി അതിന്റെ മൂല്യങ്ങൾ ചേർത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞപ്പോ അത് എന്റെയും എന്റെ വർഗത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, ആശയങ്ങൾക്ക് വിരുദ്ധമാണ്.
അന്ധവിശ്വാസ ജടിലമായ ഒരു ഇന്ത്യൻ സമൂഹത്തെ രൂപപ്പെടുത്താൻ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പച്ചയായിട്ട് വാദിക്കുന്ന ശക്തികൾക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും അത്ര അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്ന ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടിയതിനു ശേഷം 24 വെട്ടുവെട്ടി അതിനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതും കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ നിർമ്മാതാവിനെതിരായിട്ട്, അതിൽ അഭിനയിച്ചതിനെതിരായിട്ട്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനക്കെതിരായിട്ട് കത്ത് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലുമെല്ലാം. സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലെ ഒരു നിർദോഷമായ ഒന്നല്ലെന്നും ഗൗരവമുള്ള ചിലപ്പോൾ രക്തസാക്ഷിത്വത്തിലേക്ക് വരെ നീങ്ങുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒന്നാണെന്നും വർത്തമാനകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പഠനവും നമ്മുടെ വായനയും നമ്മളെ രൂപപ്പെടുത്തുമ്പോൾ, നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ, സമൂഹം പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ പ്രതികൂലാവസ്ഥ അതിന്റെ ദുന്മാത്മകമായ രീതിയിൽ നമുക്കെതിരായിട്ടും കടന്നു വരും എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷുക്കണി എന്ന നിങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും.